സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ കക്കാത്തോരനാണ്. ഇതിന്റെ നമ്മുടെ അമ്മയുടെ കക്കാത്തോരൻ ഉണ്ടാക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല മണമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ. അമ്മ ഇന്നൊരു കക്കാത്തോരൻ ഉണ്ടാക്കാൻ പോകണം, അപ്പോൾ അതിൻ്റെ വ്ലോഗാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്താ നടക്കുന്നതെന്ന് നോക്കാം. സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ കക്കാത്തോരനാണ്. അമ്മയുടെ സ്പെഷ്യൽ കക്കാത്തോരനാണ് കേട്ടോ ഇന്നത്തത്. പറഞ്ഞോ അമ്മ, അമ്മ എന്തൊക്കെയാ? ആദ്യം നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം. ആദ്യം ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ, അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുക് അടുത്ത നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുവാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണം. ഉറക്കെ പറയണേ, കേൾക്കാൻ പറ്റത്തില്ല. അടുത്ത എന്തുവാ? അടുത്ത് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത്. കൊച്ചുള്ളി ഉണ്ട്, തേങ്ങക്കൊത്തുണ്ട്, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് വരട്ടി അങ്ങോട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് നമുക്ക് വരണ്ട് കിട്ടും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാമോ? ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാമോ? ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല. ഇളക്കുന്നത് ബാഹറോ റൈസ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ. മഞ്ഞപ്പൊടി നമ്മൾ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കാം. മുളക് പൊടി 1 സ്പൂൺ. 1 സ്പൂൺ തികച്ച് വേണ്ട. 1.5 സ്പൂണോ? അല്ല, 1.25 സ്പൂൺ. 1 സ്പൂൺ തികച്ച് വേണ്ട. 1 സ്പൂൺ തികച്ച് നമുക്ക് മുളക് പൊടി വേണ്ട. 1 സ്പൂൺ മല്ലിപ്പൊടി. നമ്മളെ കക്ക എടുക്കുന്ന ഇതിൻ്റെ അളവിന് നമ്മുടെ പ്രധാന ഐറ്റം കക്ക നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ മസാല എല്ലാം കത്തിക്കത്തോടെ പിടിക്കണം. അമ്മ ഒന്ന് ഇളക്കിക്കോളൂ. നമ്മുടെ ഐറ്റംസ് കുരുമുളക് നമ്മുടെ ഇതിന്റെ നമ്മുടെ കുരുമുളക് ചിരിച്ചേ. പല്ലില്ല ഗൈസ്, പല്ലില്ലാത്ത അമ്മൂമ്മയാണ്. പല്ലില്ല. കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും കുറച്ചേരം അല്ലേ. മുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. രണ്ടാമത് കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കേട്ടോ. അച്ഛൻ എന്താ പറയാനുള്ളത്? എന്താ അമ്മയ്ക്ക് മൗനം? എന്നാ പോയി ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് വാ, അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വന്നേണ്. അമ്മ കുറച്ച് ഷൈ ആണ് കേട്ടോ. അമ്മയ്ക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. അമ്മ ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് ഇതായിട്ടാ സംസാരിക്കുന്നത്. അമ്മ ക്യാഷ്വലായിട്ട് സംസാരിച്ചു. ആവി അങ്ങോട്ട് കറക്കുന്നുണ്ടോ? തേങ്ങാപ്പാല് അങ്ങോട്ട് പിഴിഞ്ഞ് തേങ്ങയും പാലും എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ചേർക്കുക. ഇത് ചേർത്ത് ഇതായിട്ടൊന്ന് വെക്കുമല്ലോ. നമ്മളിച്ചിരി ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് ഉപ്പിട്ടായിരുന്നു. ഉള്ളിക്കെല്ലാവരും ഉപ്പ്. ഈ വീട്ടിൽ പ്രഷറിന്റെ ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും പ്രഷർ കൂടുതലായതുകൊണ്ട് നമ്മൾ ഉപ്പ് അങ്ങോട്ട് ചേർക്കാനില്ല. ഒരു മടിയാണ്. ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഒക്കെ ഇന്ന് നമുക്ക് ചെയ്ത് വരുമ്പോൾ അറിയാം. ഇതിന്റെ കക്കയുടെ ഇതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഇച്ചിരി കൂടുതലുണ്ട്. കാരണം ഇവിടെ കക്കാക്കുതിയന്മാരാണല്ലോ. ഇച്ചിരി കറിവേപ്പിലേക്ക് ഇങ്ങോട്ട് മുഴുവൻ ഇങ്ങോട്ട് വെച്ച്
നടക്കി വെച്ച് നമുക്കതുവരെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അമ്മയുടെ കക്കാത്തോറിന് ഉണ്ടാക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല മണമുണ്ട്. എപ്പോഴാ നമുക്ക് വിശക്കാത്ത? ഇവിടെ സൈഡില് ചപ്പാത്തി ഉണ്ട് കേട്ടോ. ചപ്പാത്തിയും കക്കാത്തോറും ഉണ്ടാക്കുന്നതിനായി നമ്മളങ്ങനെ ടേസ്റ്റ് ആയി. അടിപൊളി. നല്ല കുരുമുളകിനൊക്കെ ഫ്ലേവർ ഉണ്ട്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കൊച്ചിനോട് കൊണ്ട് കൊടുക്കുക. ഏത് കൊച്ചിന്? അഴത്തൂന് ചേട്ടൻ തോൽപ്പിടി എടുത്താൽ തീരും. മാത്രമായിട്ട് തിന്നാലേ മതി. പുളിയാളെ തിന്നുണ്ടാവാ. ഒറ്റയ്ക്ക് ഞാനല്ല, എനിക്കൂടെ തിന്നാ. വൈകുന്നുണ്ടെന്ന് പറയണേ. നിക്ക് നിക്ക്. വെയിറ്റ്. നമുക്ക് അച്ഛനും മാമനും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കഴിയും അടിപൊളിയില്ലേ? പിള്ളേർക്ക് കൂടി ചിരിച്ച കൊടുക്കാം. ട്യൂഷൻ പിള്ളേർക്ക് കൊടുക്കാൻ പോകണം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈൻഡപ്പ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതാണ് വൈൻഡപ്പ് ഇങ്ങനെ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.